ക്രേസി ഹാക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബോൾ ദോശ ആയിട്ടാണ്. അപ്പോൾ ഈ ദോശയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓയിൽ ഫ്രീ ആണ്. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് മാത്രമാണ് ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായവർക്കും കുട്ടികൾക്കും ഒരുപോലെ എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ചെയ്തു നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആശീർവാദിൻ്റെ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഏത് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാൻ എടുത്തപ്പോൾ ആശീർവാദിൻ്റെ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം നമുക്ക് വീണ്ടും വേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള 1/4 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളവും കൂടി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ 1 ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഗോതമ്പ് പൊടിയുടെ ആ രീതി അനുസരിച്ചിരിക്കും ആ വെള്ളത്തിൻ്റെ അളവ് വരുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു ലൂസായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മാവായിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം മാറ്റി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതേപോലെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 2.25 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ദോശയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് 1 തവിയോ 2 തവിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരല്പസമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ വശങ്ങളിൽ ഇതിങ്ങനെ വിട്ടുപോരാൻ തുടങ്ങും. അപ്പോൾ നമുക്കിതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഇങ്ങനെ നേരിയ കളറൊക്കെ മാറി തുടങ്ങും. ആ സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു കയ്യിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണെങ്കിൽ പ്രസ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ. പക്ഷേ ഇതിൻ്റെ ആ എൻഡ് ഭാഗം കുറച്ച് ഷാർപ്പായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ നോൺ സ്റ്റിക്ക് അല്ലേ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതേപോലുള്ള ഒരു കയ്യിലാണ്. അപ്പോൾ ഇത് ആകുമ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള അതാണെങ്കിൽ നമുക്കിത് പൊട്ടാതെ കിട്ടും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഇച്ചിരി കൂടി വലുപ്പത്തിലുള്ള ഒരു കയ്യിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ദോശയുടെ ആ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മറിച്ചിടേണ്ട ടൈം ആയി വരണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്ലെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ലോയിൽ നിന്ന് മീഡിയത്തിനും ഒരു മിഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. സൈഡൊക്കെ ശരിക്കും വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വേണം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് അടിഭാഗം ഇങ്ങനെയൊക്കെ ആയിന്നിരുത്തി യാതൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിനകത്തേക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇനി നമ്മൾ ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തന്നെ ഇതിങ്ങനെ പൊന്തി വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഇത് 3-4 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് കണ്ട പെട്ടെന്ന് ഇതിങ്ങനെ പൂരി പോലെ ചപ്പാത്തി പോലെ പൊന്തി വന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല അടിപ്പനായിട്ട് നമുക്ക് ബോൾ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടാൽ ചപ്പാത്തി പോലെ ഇരിക്കുന്നെങ്കിലും ഇതിന് ടേസ്റ്റ് ഒരിക്കലും ചപ്പാത്തിയുടെ അല്ല കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുകയാണ്, ദോശയുടെ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ 2.25 കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ആ സൈഡ് വിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. സൈഡൊക്കെ പതുക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം നമ്മൾ ഓരോ മിനിറ്റ് അല്ല, ഒരു 30 സെക്കൻഡ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഇതേപോലെ ചെയ്തു കൊടുക്കണം. ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പൊന്തി വരാനുള്ള എന്തെങ്കിലും ഒരു മടി പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പൊന്തി വരും. പ്രസ് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ അത് പൊന്തി വന്നോളും. ഉണ്ടാ പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊന്തി വരും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പൊന്തി വന്നോളും. നമുക്കതിനുള്ള സമയമൊക്കെ ഇല്ലെങ്കിലാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഉണ്ടാ നല്ല അടിപ്പനായിട്ട് നമുക്ക് അടുത്തതും കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. ഒരല്പം സമയം നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സമയം വേണം എന്ന് മാത്രം. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാം. നല്ല അടിപ്പനായിട്ട് നമുക്ക് ആ ദോശയും കിട്ടിയിട്ടുണ്ട്. എത്ര ഭംഗിയെന്ന് നോക്കി കാണാനായിട്ട്. ഇത് കണ്ടാൽ തന്നെ പിള്ളേർ കഴിച്ചോളും. അടിപ്പനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നമ്മൾ ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം. ആ ഫ്ലെയിമിൽ നിന്ന് പിന്നെ ഒരിക്കലും അത് കുറക്കാനോ കൂട്ടാനോ നിൽക്കരുത്. ആ ഫ്ലെയിമിൽ തന്നെ കിടക്കണം നമ്മൾ ചുട്ട് കഴിയുന്നത് വരെ. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ ദോശയുടെ ഒരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പസമയം നമുക്ക് കൂടുതൽ വേണ്ടി വരും. അത് ഒരു കാര്യം. പിന്നെ ഒന്ന്, നമ്മൾക്കിത് പൊന്തി വരുമ്പോൾ നമ്മൾക്ക് പൂരിയുടെ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം ഇത് ദോശയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഈ പൊന്തി വന്നത് നമ്മൾക്കൊരു ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും അത് ഇങ്ങോട്ട് താഴ്ന്ന് പോവുകയും ചെയ്യും. അതൊരു ഡിഫക്റ്റാണ്. പിന്നെ ഈ ദോശയുടെ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം ഇത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം സാവകാശം തീയിലിരുന്ന് വേവുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അവരിത് കൂടുതൽ കഴിക്കും. പിന്നെ വയസ്സായവർക്ക്, പ്രത്യേകിച്ചും അസുഖങ്ങളുള്ളവർക്ക് ഇത് ഓയിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും ഇത് എന്തോരം വേണമെങ്കിലും കഴിക്കാം. വിശപ്പൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.